ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ വാട്സപ്പ് വഴി നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യാറുണ്ട് അല്ലേ? ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് വോയിസ് ആയിട്ട് വരുന്ന പല വോയിസ് മെസ്സേജുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോസ്, വീഡിയോസ്, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മുടെ വാട്സപ്പിൽ ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം ഇതൊക്കെ വാട്സപ്പ് വളരെ സുരക്ഷിതമാണ്, നമുക്ക് നല്ലപോലെ അറിയുന്ന കാര്യമാണ്. വാട്സപ്പ് എപ്പോഴും പ്രോമിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് വാട്സപ്പ് സുരക്ഷിതമാണെന്നുള്ളത്. പക്ഷേ നമ്മൾ ചെയ്ത പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്ക്, അത് ഒരു ഓൺ ചെയ്യേണ്ട ഒരു കാര്യം ഓഫ് ചെയ്തലാണ് കിടക്കുന്നതെങ്കിൽ ഒരിക്കലും സുരക്ഷിതമാണെന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു ഓപ്ഷൻ വാട്സപ്പ് മുൻപ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ്. പക്ഷേ നിങ്ങൾ ഇപ്പോഴൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ, പലരുടെ ഫോണിലും ഇത് ഓഫിലാണ് കിടക്കുന്നത്. ഇന്ന് തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫോണിൽ ഞാനത് ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് അത് ഓഫായിട്ടാണ് കിടക്കുന്നത്. അത് ഓൺ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ഓൺ ചെയ്ത് വെച്ചേ മതിയാവും. ഇല്ലെങ്കിൽ നമ്മുടെ ചാറ്റുകൾ ലീക്ക് ആവാനും മറ്റുള്ള ആളുകളുടെ എത്തിപ്പെടാനും അതുപോലെ നമ്മുടെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം സെക്യൂർ അല്ലാത്ത രീതിയിലായി മാറാനുള്ള വളരെയധികം ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന സെറ്റിംഗ്സിലൊന്ന് പോയിട്ട് അതൊന്ന് ഓൺ ചെയ്ത് വെക്കുക. മാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ബട്ടണും തുടർന്ന് ലൈക്ക് ബട്ടണും എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് കൂടി ഇതൊന്ന് ഓൺ ചെയ്ത് വെക്കാൻ വേണ്ടി പറയും. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് വളരെ സുരക്ഷിതമാക്കി വെക്കേണ്ടത് ഇപ്പോഴത്തെ കാലത്ത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ വാട്സപ്പിൽ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന കുറെ പ്രൊഫൈലുകൾ കാണുന്നില്ല, ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ ആയിരിക്കും. ഇവരൊക്കെ നമ്മൾ ചാറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ വോയിസ് ചാറ്റുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ലീക്ക് ആവാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വാട്സപ്പിന്റെ ആ സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷനുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ അത്യാവശ്യമായി ചെയ്തു വെക്കേണ്ട ഒരു കാര്യം, ഇവിടെ ചാറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ചാറ്റ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചാറ്റ് ബാക്കപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ചാറ്റ് ബാക്കപ്പ് എല്ലാവരും മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ചാറ്റ് ബാക്കപ്പ് ചെയ്തു വെക്കുക, എങ്കിൽ മാത്രമേ നിങ്ങളുടെ ചാറ്റുകൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ കണ്ടില്ലേ, നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിലേക്കാണ് നമ്മുടെ ചാറ്റുകളൊക്കെ സേവ് ആവുന്നത്. ഗൂഗിൾ ഡ്രൈവിലേക്കാണ് സേവ് ആവുക. അപ്പൊ അതിവിടെ താഴെ ബാക്കപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ ലാസ്റ്റ് ബാക്കപ്പ് നെവർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് കാരണം നമ്മുടെ ബാക്കപ്പ് ഒന്നും നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യങ്ങളും ബാക്കപ്പ് ആവില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ബാക്കപ്പ് കൊടുക്കുക, എങ്കിൽ മാത്രമേ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, നമ്മുടെ വാട്സപ്പ് ഒക്കെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ ഈ പറഞ്ഞിരിക്കുന്ന ജിമെയിൽ ഐ ഡിയിലേക്കാണ്, ആ ജിമെയിൽ ഐ ഡിയിലെ ഗൂഗിൾ ഡ്രൈവിലേക്കാണ് എന്ത് സേവ് ആവുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ഡാറ്റകളൊക്കെ സേവ് ആവുന്നത്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞിരിക്കുന്ന എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് ഉള്ളൊരു ഓപ്ഷനാണ്. ഇത് ഈ എൻഡ് ടു എൻക്രിപ്റ്റഡ് ഇവിടെ ഓഫാണ്. ഇത് വളരെ ഡേഞ്ചർ ആണ്. നമ്മളിത് എത്രയും പെട്ടെന്ന് അത് ഓൺ ചെയ്ത് കൊടുക്കണം. അത് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഒരു കാര്യം പറഞ്ഞിട്ട്, പ്രൊട്ടക്ട് യുവർ ബാക്കപ്പ് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ബാക്കപ്പ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം, അതായത് വോയിസുകൾ, അതേപോലെ തന്നെ ഫോട്ടോസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സെക്യൂർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പ് തന്നെ തന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണിത്. ഇത് പലർക്കും അറിയുന്നുണ്ടാവും, പക്ഷെ പലരും അത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും അത് ഓൺ ചെയ്യണം. എങ്ങനെയാണ് അത് ഓൺ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇവിടെ ക്രിയേറ്റ് പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ആ ക്രിയേറ്റ് പാസ്വേഡ് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. പക്ഷേ പാസ്വേഡ് നമ്മൾ ഒരിക്കലും മറന്നു പോരുന്നു ഇവിടെ പറയുന്നുണ്ട്. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മറന്നു പോയാൽ ഒരു കാരണവശാലും നമുക്ക് തിരിച്ചു കിട്ടില്ല. ബാക്കപ്പ് ചെയ്യാനുള്ള, അതായത് ഫോർഗെറ്റ് പാസ്വേഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ വാട്സപ്പ് കൊടുത്തിട്ടില്ല. ഇനി നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് മസ്റ്റ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 6 ക്യാരക്ടേഴ്സ് പറയുന്നുണ്ട്. ആൻഡ് 1 ലെറ്റർ, ഒരു ലെറ്ററും ബാക്കി 6 ക്യാരക്ടേഴ്സും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ല അടിപൊളി ഒരു സെക്യൂരിറ്റി പാസ്വേഡ് നമ്മൾ കൊടുക്കുക. നിർബന്ധമായിട്ട് ഇപ്പോൾ തന്നെ എല്ലാവരും ചെയ്തു വെക്കാൻ മറന്നു പോകരുത്.